നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിൽ താളും തകരയും അടക്കമുള്ള പത്തിലകൾ കറിയാക്കി ഭക്ഷിച്ച് ആരോഗ്യം നിലനിർത്താം. പണ്ടുകാലം മുതൽ തന്നെ കേരളീയർ ശീലിച്ചു വന്നിരുന്ന ഭക്ഷണ രീതിയാണ് കർക്കിടക മാസത്തിൽ പത്തിലകൾ കറിയാക്കി ഭക്ഷിക്കുക എന്നത്. ദേഹശുദ്ധിക്കും ആരോഗ്യത്തിനും ദേഹത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വിഷാംശം പുറന്തള്ളുന്നതിനുമാണ് പത്തിലകൾ ഭക്ഷിക്കുന്നത്. കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് പത്തിലത്തോരൻ കഴിക്കുന്നത്. കർക്കിടക മാസത്തിൽ സേവിക്കുന്ന ഔഷധ കഞ്ഞിക്കൊപ്പമാണ് പത്തിലകൾ കൊണ്ടുണ്ടാക്കിയ തോരൻ ഭക്ഷിക്കുന്നത്. വയറ്റിലെ അസുഖങ്ങൾ, കുടൽപുണ്ണ്, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ ഒരു പരിധിവരെ തടയാൻ പത്തിലകൾക്ക് കഴിയുമെന്നാണ് പഴമക്കാർ പറയുന്നത്. താള്, തകര, ചേമ്പ്, തൂമ്പ, കാന്താരി മുളകില, പയർ, കുമ്പളം, മത്ത, തഴുതാമ, ചീര എന്നീ പത്തിലകളാണ് കർക്കിടക മാസത്തിൽ ഭക്ഷണമായി കഴിക്കുന്നത്. ഇത്തരത്തിൽ പത്തിലകളടങ്ങിയ ഭക്ഷണം കർക്കിടക മാസത്തിൽ മാത്രമാണ് കഴിക്കുക. പൊതുവെ കർക്കിടക മാസത്തിൽ മനുഷ്യന്റെ ദേഹം ഇളമിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പുതിയ തലമുറ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്ന വിഭവമല്ല പത്തിലക്കറികൾ. നഗരാന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർ പത്തിലക്കറികൾ അധികം കഴിക്കാറില്ല. എന്നാൽ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർ ഇപ്പോഴും പണ്ടുകാലങ്ങളിലെ ശീലം നിലനിർത്തി പോരുന്നു. കർക്കിടക മാസത്തിലെ 30 വെള്ളിയാഴ്ച, ആദ്യത്തെ വെള്ളിയാഴ്ച പ്രത്യേകതയുള്ള ദിവസങ്ങളാണ്. കാരണം പ്രകൃതി ദേവതയായ, കാർഷിക ദേവതയായ മഹാലക്ഷ്മി ഇവിടെ അനുഗ്രഹം നിലനിൽക്കുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. അന്ന് നമുക്ക് ശരീരത്തിന്, ആരോഗ്യത്തിനും എല്ലാത്തിനും ഈ ഭൂമിയിലെ സസ്യജാലങ്ങൾ എല്ലാം ശരിക്ക് ഔഷധ മുഖ്യമാണ്. അതിൻ്റെ ഫലമായിക്കൊണ്ട് പത്തല വെച്ച് കഴിക്കുക എന്ന് പറയും. 10 ഇലകൾ കറി വെച്ച് കഴിക്കുക. അത്തരം 10 ഇലകളാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഇത് പൂർവികന്മാരായി എനിക്ക് പകർന്നു തന്നിട്ടുള്ളതാണ്. ഇന്നും കൃത്യമായി ഇന്ന് പലവിധ സസ്യങ്ങളും ഈ തൊഴിലുറപ്പ് മുഖേനയൊക്കെ നശിച്ചു പോകുന്നുണ്ട്. എങ്കിലും പരമാവധി സംഘടിപ്പിച്ച് 10 ഇലകൾ, താള്, തകര, ചേമ്പ്, അതുപോലെ തന്നെ ആനത്തുമ്പയില, അതുപോലെ തന്നെ വയൽച്ചുള്ളി, പയറിനില, തഴുതാമയില, അതുപോലെ ഞെട്ടാനൊടിയൻ, അങ്ങനെ ഒരുപാട് ഇലകൾ ചേർത്തുകൊണ്ട്, ചീനിമുളകിൻ്റെ ഇല, കാന്താരി മുളകിൻ്റെ ഇല, ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരുപാട് 10 ഇലകൾ, കുമ്പളത്തിൻ്റെ ഇല, മത്തന്നില, ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒരു തോരനാണ് നമ്മളിവിടെ വയ്ക്കുന്നത്. അത് ഔഷധ കഞ്ഞിയോടൊപ്പം കഴിക്കുന്നത് അതിവിശേഷമാണ്. വയറിനകത്തുള്ള കുടൽ പുണ്ണുകൾ, ക്യാൻസറുകൾ, അതേപോലെ തന്നെ ശരീരത്തിലുള്ള പ്രാമുഖ്യമായിട്ടുള്ള വിഷദോഷങ്ങൾ എല്ലാം മാറുന്നതിന് 10 ഇല വളരെയധികം നല്ലതാണ്. ഇന്ന് കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച 10 ഇല വയ്ക്കുകയും അതോടൊപ്പം കൈകളിൽ വിഷാംശം ശരീരത്തിൽ പോകുന്നതിനായി മൈലാഞ്ചി ഇടുന്നതും അതുപോലെ തന്നെ അത് വളരെയധികം അത്യുത്തമം. വയൽച്ചുള്ളി നമ്മുടെ വയലിലൊക്കെ ധാരാളം കാണാവുന്ന സംവിധാനമാണ്. ഈ ചെടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഔഷധവീര്യമാണ്. ശരീരത്തിലുള്ള വിഷാംശങ്ങൾ എല്ലാം കളയുന്നതിന് ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ആനത്തുമ്പയില. കാരണം എല്ലാവരും ചൊറിയുമെന്ന് വിചാരിച്ച് പേടിച്ച് കഴിക്കാതിരിക്കും. പക്ഷെ ഇതിൻ്റെ ഇല കുടൽ പോലെയുള്ള പുണ്ണ്, അതുപോലെ അൾസർ, അതിനൊക്കെ വളരെ അത്യുത്തമമാണ്. ഇത് കർക്കിടക മാസത്തിൽ തീരെ വെച്ച് കഴിക്കുന്ന സമയത്ത് ചൊറിയില്ല. പറിക്കുമ്പോൾ ചെറുതായി ചൊറിഞ്ഞെങ്കിലും കഴിക്കുന്ന സമയത്ത് തീരെ ചൊറിയിലുണ്ടാവും. ഇത് നമ്മുടെ പാടശേഖരങ്ങളിലൊക്കെ താള്, വഴിയോരത്തൊക്കെ നിന്ന താള് എന്ന് പറയുന്ന ആ വേണ്ടാത്ത ഒരു ചേമ്പ് ആളുകൾ നശിപ്പിച്ച് കളഞ്ഞു. പക്ഷെ ഇതിന് ഭയങ്കര ഔഷധ മൂല്യമാണ്. ഇതിൻ്റെ പേര് താള്, ഇതിൻ്റെ പേര് തകര. താളും തകരിയാണ് കർക്കിടക മാസത്തിൽ, പഞ്ഞമാസത്തിൽ ശരിക്കും ശരീരത്തിന് ആരോഗ്യം തരുന്ന. കാശില്ലാത്തവൻ്റെ വീടുകളിൽ, പാവപ്പെട്ടവരുടെ വീടുകളിൽ ഒരു കാലഘട്ടത്തിൽ തോരൻ വെച്ച് കഴിച്ചിരുന്നാണ് താളും തകരിയും. ഇത് ചെറുപയർ, അതുപോലത്തെ ഇത് ചേനയില, ചേനയിലയും ചേനത്തണ്ടും ചെറുപയറും എന്നാണ് പഴഞ്ചൊല്ല്. അത് വളരെയധികം അത്യുത്തമമാണ്. ഇത്
ചേമ്പിലെ കൂമ്പ്, ചേമ്പിൻ്റെ തണ്ട്, ഇതെല്ലാം സമൂലമാണ് വെച്ച് കഴിക്കേണ്ടത്. ഇത് പയറിനില, ഇത് തഴുതാമയില. രക്തശുദ്ധിക്കും അതുപോലെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന രക്തശുദ്ധി, അത് ഏറ്റവും വലിയ രക്തശുദ്ധിക്ക് പറ്റുന്നതാണ് തഴുതാമയില. ഇത് എപ്പോഴും നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. ഇന്ന് ഇലക്കറികളെല്ലാം കൂട്ടി തുടങ്ങേണ്ട ഒരു ദിവസം തന്നെയാണ്. ഇത് ഞൊട്ടാനൊടിയൻ, ഭയങ്കര ഔഷധ മൂല്യമുള്ള ഇലയാണ് ഞൊട്ടാനൊടിയൻ. ഇത് കാന്താരി മുളകിനില, ഇത് സാമ്പാർ ചീര, ഇത് മത്തനില, ഇത് കാവത്തിനില, ഇത് മുള്ളൻ ചീര, ചുവന്ന ചീര എന്നിവ ഉൾപ്പെട്ടിട്ടുള്ള ചീരകൾ. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്